Hi, Verda. Hi. Hey, do you have that Ansible PPT last week we take, right? Actually, we don't have the PPT, but let me ask him and I'll share it in the chat. Okay, thank you. Yeah, thank you. Hi, Vandana. Let's start in few minutes. Let's wait for 2 minutes. Okay. Hi. Okay, so നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hi. So good Yeah. evening all. Okay, so good evening all. So hi everyone. നമ്മളിപ്പോ Audible ചെക്ക് പോയിന്റ് 5 എത്തിയിട്ടുണ്ട്.
ചെക്ക് പോയിന്റ് 5-ലത്തെ ഫസ്റ്റ് Hello, സെഷൻ am I ആണ് audible? ഇന്ന്. ഓഡിബിൾ ആണ്. നന്ദനയ്ക്ക് കേൾക്കുന്നുണ്ടോ? Sorry guys, can you confirm, am I audible to anyone? Yes. Okay, thank you, Jitin. Okay. Okay, good evening everyone. എൻ്റെ പേര് നന്ദന. ഞാനൊരു ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. 12 years ആയിട്ട് ക്ലൗഡ് ഡെവോപ്സ് ആൻഡ് ലിനക്സ്, അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഡെവോപ്സ് മലയാളത്തിൽ ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് ആസ് എ സ്പീക്കറായിട്ട്. സോ വർദ്ധ ഈസ് ലൈക്ക് മൈ friend in DevOps Malayalam, really helped me a lot in moving this around. Thank you, Varda, for the quick introduction. And I think if you're not waiting for someone, then we can start the session. ഓക്കെ, ഞാൻ മലയാളത്തിൽ എടുക്കാം. ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ടൈംസ് വരുവാണെങ്കിൽ ഞാൻ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഇംഗ്ലീഷിലോട്ട്. പിന്നെ ഇൻ കേസ് വീഡിയോ കട്ടാവുകയാണെങ്കിലോ ഓഡിയോ കട്ടാവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെഡ്സപ്പ് ചെയ്തേക്കണം ചാറ്റിലാരെങ്കിലും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let me share my screen. Okay. Screen. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹെൽം ബേസിക്സ് ആണ്. ഹെൽം ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹെൽം ബേസിക്സ് എന്ന് പർട്ടിക്കുലർ ആയിട്ട് നെയിം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെൽം നല്ല വാസ്റ്റ് ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല ഒരു 2 to 3 സെക്ഷൻസിൽ കവർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. ബട്ട് നമ്മൾ ഈ സെഷൻ കവർ ചെയ്യുന്നത് ബിഗിനർ ടു ഇന്റർമീഡിയറ്റ് ലെവലാണ്. അതായത് ഹെൽം എന്താണ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അതിൻ്റെ ഹാൻഡ്സ് ഓൺ ലാബ്സും പിന്നെ കുറച്ച് റെപ്പോസിറ്ററി റിലേറ്റഡ് റൂൾസും ഹെൽമിൻ്റെ ആർക്കിടെക്ചർ, പിന്നെ നമ്മൾ എൻ്റർപ്രൈസ് ലെവലിൽ എങ്ങനെയാണ്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ ലെവലിൽ എങ്ങനെയാണ് ഹെൽം യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. 1 second, let me stop share for a second. Sorry. ഓക്കെ, സോറി ഗൈസ്. ഓക്കെ, സോ നമ്മൾ നിർത്തിയത് എന്താണ് ഹെൽമിൻ്റെ എന്താണ് ഇൻട്രൊഡക്ഷൻ കവർ ചെയ്യാൻ പോകുന്നതായിരുന്നു. ഇന്നത്തെ അജണ്ടാസ് എല്ലാമായിരുന്നു. സോ നമുക്ക് പതുക്കെ ഹെൽം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ബേസിക്കലി ഈ ഹെൽം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇപ്പോൾ ഈ ലിനക്സ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഒരു പാക്കേജ് മാനേജർ വേണം. ഇപ്പോൾ എന്തെങ്കിലും സർവീസസും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ പാക്കേജ് മാനേജർ വേണം ഇൻ ബിറ്റ്വീൻ അസ് ആൻഡ് ടു ദ ഇന്റർനെറ്റ്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്യൂബർനെറ്റീസിന് വേണ്ടി തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരാൾ, അതിനെയാണ് നമ്മൾ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. ഹെൽം പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് ദ പാക്കേജ് മാനേജർ ഫോർ ക്യൂബർനെറ്റീസ്, സിമ്പിൾ. ഓക്കെ, എന്നിട്ട് ഓക്കെ, സോ ഹെൽം ഈസ് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ്, ഷെയർ ആൻഡ് യൂസ് സോഫ്റ്റ്വെയർ ബിൽഡ് ഫോർ ക്യൂബർനെറ്റീസ്. അതായത് ക്യൂബർനെറ്റീസിൽ നമുക്കറിയാവുന്നതാണ്, ക്യൂബർനെറ്റീസ് ഈസ് സിമ്പിൾ ബട്ട് കോംപ്ലെക്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ഫെമിലറൈസ് ചെയ്ത് നമ്മൾ നല്ല അഡ്വാൻസ് ടോപ്പിക്സിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ക്യൂബർനെറ്റീസ് അത്യാവശ്യം ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. സോ അതിനു വേണ്ടി തന്നെ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ ക്യൂബർനെറ്റ്സ് വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഹെൽം പാക്കേജ് മാനേജർ. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഉബുണ്ടുവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാക്കേജ് മാനേജർ APT, പിന്നെ സെൻഡോസിൽ യൂസ് ചെയ്യുന്നത് YUM, പിന്നെ ആൽപൈൻ ലിനക്സിൽ യൂസ് ചെയ്യുന്നത് APK. അതേപോലെ തന്നെ ക്യൂബർനെറ്റീസ് നമ്മൾ ഹെൽം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വൈ ഹെൽം ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ക്യൂബർനെറ്റീസ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ക്യൂബർനെറ്റീസ് നമ്മൾ എല്ലാം ഈ പറയുന്നത് എല്ലാ റിസോഴ്സുകളെയും നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ടൈനി റിസോഴ്സസ്
created in Kubernetes is called objects അല്ലെ. അപ്പോൾ ഈ ഒബ്ജക്ട്സ് ഒരു പല പല ടൈപ്സ് ഉണ്ടല്ലോ. ഡിപ്ലോയ്മെന്റ് ഉണ്ട്, സർവീസ് ഉണ്ട്, പോഡ്സ് ഉണ്ട്, ക്യൂബ് കോൺഫിഗ് ഉണ്ട്, പിന്നെ നമുക്ക് സീക്രട്സ് ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് ഒരേ ഒബ്ജക്ട്സ് ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒബ്ജക്ട്സിനെ എല്ലാം ഈ നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ പോലും, ഈ സ്റ്റാൻഡ് അലോൺ ഫയൽസ് ആയിട്ടാണ്. അതായത് സ്റ്റാൻഡ് അലോൺ ക്യൂബർനെറ്റിസ് മാനിഫെസ്റ്റ് ഫയൽസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഒബ്ജക്ട് ഫയൽസ്, ക്യൂബർനെറ്റിസ് മാനിഫെസ്റ്റ് ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പൊ നമുക്കൊരു ഡിപ്ലോയ്മെന്റ്, നമുക്കൊരു സിമ്പിൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ആ സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പലതരത്തിലുള്ള ഒബ്ജക്ട്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനകത്താണ് ഈ പറയുന്ന ഡിപ്ലോയ്മെന്റ് ഫയല്, സർവീസ് ഫയല്, പിന്നെ ഈ പറഞ്ഞ പോലെ ക്യൂബ് കോൺഫിഗ് ഫയല്, പിന്നെ PVC, PV, ഇതൊക്കെ പലതരത്തിലുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് അത്രയും. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഒരു ബണ്ടിൽ ഓഫ് ഫയൽസ്, ഒബ്ജക്ട്സ് കാണുമല്ലോ. മോർ ദാൻ 5 കാണും, ചില സമയത്ത് 10 കാണും. അപ്പൊ ഈ എന്താ പറയാ, ഇൻഡിവിജ്വൽ ആയിട്ട് ഈ കുബർനെറ്റ് ഫയൽസിനെ എല്ലാ മാനിഫെസ്റ്റ് ഫയൽസിലെ എല്ലാത്തിനും kubectl -f എന്നൊരു കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ kubectl -f ഈ പറയുന്ന deployment.yaml, service.yaml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമുക്ക് എന്ത് ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിലും അതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി പോയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ അത് ടൈം കൺസ്യൂമിങ് മാത്രമല്ല, നമുക്ക് ഇറ്റ് പ്രൂൺ എറേഴ്സ്, അതായത് നമുക്ക് മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹെൽം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ കാരണം തന്നെ അതാണ്. നമുക്ക് എത്രയും ഈസി ആയിട്ട് അത് ഒരു അണ്ടർ വൺ അംബ്രല്ല എന്ന് പറയാം, അതിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റാളേഷനും, അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹെൽം കൺസിഡർ ആൻ ആപ്ലിക്കേഷൻ ആസ് ആൻ ആപ്പ്, not like objects. അതായത് it's not about a group of objects, it's consider the application as an app just by considering Helm as a package manager. Okay, so അപ്പോൾ ഇവിടെ ബിഫോർ ഹെൽം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ഹെൽം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോമൺ ടെംപ്ലേറ്റ് ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര എൻവയോൺമെന്റ്സിനും എത്ര ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനും വേണ്ടി ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്കത് ടെംപ്ലേറ്റ് റീയൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ആഫ്റ്റർ ഹെൽം. ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആഫ്റ്റർ ഹെൽമിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഹെൽം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ 2016 ഫസ്റ്റ് വേർഷൻ. അതായത് നമ്മുടെ ഹെൽമിന്റെ ഹെൽം 1 എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ടായിരുന്നു. അതായത് നോർമലി ആരും കേട്ടിട്ട് പോലും ഇല്ല. അത് ഞാനൊക്കെ ഹെൽം 2 and 3 എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. 4 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹെൽം 1 ഭയങ്കര ലൈഫ് സ്പാൻ കുറഞ്ഞൊരു വേർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 2016 എൻഡ് തന്നെ അവർ ഹെൽം 2 കണ്ടുപിടിച്ച് പിന്നെ ഒരു സ്റ്റേബിൾ വേർഷൻ ആയിരുന്നു. കുറച്ച് നാളത്തോട്ട് ഒരു ഹെൽം 2 സ്റ്റേബിൾ വേർഷൻ ആയിരുന്നു. പിന്നെ ഹെൽം 2-ല് കുറേ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അവരൊരു മോണോകുലാർ ആപ്ലിക്കേഷൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് അവരത് മൈഗ്രേറ്റ് ചെയ്തു വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് മാറിയതാണ് ഹെൽം 3 ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഈ ഹെൽം 3 ആണ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും ഈ പറയുന്ന ഡെവോപ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്സും യൂസ് ചെയ്യുന്നത് ഹെൽം 3 ആണ്. ഇപ്പോൾ 2025 മിഡ് കഴിഞ്ഞതോടുകൂടി ഇവർ ഹെൽം 4 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ റീസൺ തന്നെ ഇതാണ്, അഡ്വാൻസ്ഡ്. അതായത് ക്യൂബർനെറ്റിസ് എന്തായാലും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് 33 or 34 ഇറ്റ്സ് സ്റ്റേബിൾ വേർഷൻ നൗ ഫോർ ദ ക്യൂബർനെറ്റിസ്. സോ ഡെഫിനറ്റ്ലി അവർക്ക് പ്ലാറ്റ്ഫോമും സെക്യൂരിറ്റി കൺസേൺസും എല്ലാം ബെറ്റർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന പോലെ നമുക്ക് ഹെൽമിനും ഒരു അപ്ഗ്രേഡ്, ഒരു ന്യൂ ഫേസ് ലൈക്ക് ഹെൽം 4 വന്നു. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ലാബ്സ് എല്ലാം ഹെൽം 3 ആയിരിക്കും. കാരണം ഹെൽം 4 സ്റ്റേബിൾ വേർഷൻ അല്ല, ഇറ്റ്സ് സ്റ്റിൽ ഓൺ ട്രയൽ. ആൽഫ വേർഷൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ അതിനെക്കൊണ്ട് വരാം. പക്ഷെ ഹെൽം 4 ഇപ്പൊ നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും സെഷൻസ് വരുവാണെങ്കിൽ ഹെൽം 4 കവർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. പക്ഷെ 99% ഓഫ് അവർ ഗോൾ ഈസ് ടു ഫോക്കസ് ഓൺ ഹെൽം 3. ഓക്കെ, സോ ഹെൽം 2. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് വൈ ഹെൽം 3 നോട്ട് ഹെൽം 2 ചോദിക്കുകയാണെങ്കിൽ
നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ആൻസറാണിത്. അതായത് നമ്മുടെ ഹെൽമിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഹെൽം CLI. ഓക്കെ, ഹെൽം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽം CLI കമാൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഹെൽം CLIക്കും ഇത് നമ്മുടെ ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ ആണ്. ഈ ക്യൂബർനെറ്റിസ് ക്ലസ്റ്ററിലും ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആണ് ഈ പറയുന്ന ഹെൽം ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ, പണ്ടത്തെ ട്രഡീഷണൽ വേ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ക്യൂബർനെറ്റിസിൽ നമുക്ക് എയർ ബാഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ക്യൂബർനെറ്റിസ് ഇവോൾവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സിറ്റുവേഷനിലാണ് ഈ പറയുന്നത് ഹെൽം നമുക്ക് ടില്ലർ എന്നൊരു തേർഡ് പാർട്ടി അല്ല, സോറി, ഇന്റർമീഡിയേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് നമ്മൾ ക്യൂബർനെറ്റിസ് ക്ലസ്റ്ററിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള കസ്റ്റം റിസോഴ്സ് ഡെഫിനിഷൻ ഒക്കെ വരുന്നതിന് മുന്നേ ഈ പിന്നെ ടില്ലർ വെച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അപ്പൊ അത് ഇവോൾവ് ആയി, ക്യൂബർനെറ്റിസ് ഇവോൾവ് ആയി, ഈ പറയുന്ന പോലെ ആർബാക്ക് വന്നു, കസ്റ്റമർ റിസോഴ്സ് ഡെഫിനിഷൻസ് വന്നു. അപ്പോൾ ഹെൽമും ഒരു എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ടെലിനറിനെ അങ്ങ് റിമൂവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഹെൽം CLI കമാൻഡ് വെച്ചിട്ട് നമുക്കത് ഒരു ഇന്റർമീഡിയേറ്റർ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ ഹെൽം CLI വെച്ചിട്ട് ക്യൂബർനെറ്റിസിലോട് കണക്ട് ചെയ്യുന്നത്, എന്താണ് ഓതന്റിക്കേഷൻ? ഡെഫിനറ്റ്ലി എനിത്തിങ് ഔട്ട്സൈഡ് ഓഫ് ദ ക്യൂബർനെറ്റിസ് കൾച്ചർ ഈസ് ഓൾവേസ് കൺസിഡർഡ് ആസ് എ തേർഡ് പാർട്ടി അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നമുക്ക് ഒരു ചെറിയൊരു ബേസിക്സ് പറയാം, അറിയാവുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും ബിഗിനർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മളെപ്പോഴും ക്യൂബർനെറ്റിസിലോട് കണക്ട് ചെയ്യുന്നത് ഒരു /home.cube ഫയലിലാണ്, അതായത് kubectl ഫയൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ kubectl ഫയല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഹെൽം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഫയൽ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റ് കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റേ ക്യൂബർനെറ്റിസ് ക്ലസ്റ്ററിലോട്ട് ലോഗിൻ ചെയ്യാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ /home.cube.cube ഈ പറയുന്ന നമ്മുടെ ആ ഓതന്റിക്കേഷൻ ഫയല് തന്നെയാണ് ഈ ഹെൽം CLI യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബേസിക് ആണ്, പക്ഷെ എന്നാലും ജസ്റ്റ് കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഹെൽം 3 അതായ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യും. വെരി ബേസിക്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡാണ്. നമുക്ക് സ്നാപ്പ് വഴി, ഞാനിപ്പോൾ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. സോ വിൻഡോസിൽ എനിക്ക് ഉബുണ്ടു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ WSL യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ WSLും ഇൻസ്റ്റാളേഷനൊക്കെ വളരെ ഈസിയാണ്. വൺസ് WSL ഈസ് ഇൻസ്റ്റാൾ, നമുക്ക് സ്നാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള 2 കമാൻഡ്സ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ്. പിന്നെ ഓക്കെ, ഗോയിങ് ഫോർവേഡ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ 2-3 എന്താ പറയുക ഓവർവ്യൂ ആയിട്ട് 2-3 അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം പറയാം. സമ്മൺ ആസ്ക് യു വൈ യൂസ് ഹെൽം, അതായത് നമുക്കറിയണല്ലോ സോ ബേസിക്കലി നമ്മൾ ഡെവോപ്സിൽ ആരും നമ്മളൊരു ടൂൾ അല്ല സെലക്ട് ചെയ്യുന്നത്. നമുക്കൊരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസിന് വേണ്ടിയാണല്ലോ നമ്മൾ ടൂൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് നെസസറി ടു സ്റ്റിക്ക് വിത്ത് വൺ ടൂൾ ഓൾ ദി ടൈം. വി ക്യാൻ ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒറ്റേ ഉള്ളൂ. അതായത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റണം. അതായത് ഇറ്റ് ലെറ്റസ് ക്യൂബർനെറ്റിസ് ഒബ്ജക്റ്റ് ആപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, ഈ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 or 2 ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ വളരെ എന്താ പറയുക, നമ്മളൊരു പ്രൊഡക്ഷൻ റെഡി ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു മോർ ദാൻ 10 to 15 ഒബ്ജക്ട്സ് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹെൽം യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇത് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് എ സിംഗിൾ കമാൻഡ് ടു ഇൻസ്റ്റാൾ 100 ഒബ്ജക്ട്സ്. 100 വരുന്നില്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ ഹാൻഡിൽ മോർ ദാൻ 100 ഒബ്ജക്ട്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഐഡിയ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ പോയിന്റ് എന്താണ്, നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ എപ്പോഴും നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. കസ്റ്റമൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് അനുസരിച്ചും പിന്നെ ആപ്ലിക്കേഷൻ്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് എപ്പോഴും വാല്യൂസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ ഈസി ആവണം, പക്ഷേ ഇൻസ്റ്റാളേഷൻ ഈസി ആവണം, പിന്നെ അതിന്റെ മെയിൻ്റനൻസും ഈസി ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ പറയുന്ന അതും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇതിന്റെ ഹെൽമിന്റെ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഹെൽം അപ്ഗ്രേഡ്. കമാൻഡ്സ് നമുക്ക് ഫർദർ സെഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരു സിമ്പിൾ ഒരു ഹെൽം അപ്ഗ്രേഡ് കമാൻഡ് വഴി നമുക്ക് ഈ പറയുന്ന എന്ത്
അതായത് വട്ട് എവർ അപ്ഡേറ്റ്സ്, നമുക്ക് സ്പെസിഫിക്കേഷൻ കസ്റ്റമൈസേഷൻ എല്ലാം വരുവാണെങ്കിൽ ഈ അപ്ഗ്രേഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഇതുണ്ട് ഹെൽം ഇൻസ്റ്റാൾ വേർഡ് പ്രസ്, ഹെൽം അപ്ഗ്രേഡ് വേർഡ് പ്രസ്, ഹെൽം റോൾ ബാക്ക് വേർഡ് പ്രസ്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും ടെസ്റ്റ് ഫേസിലാണല്ലോ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു റോൾ ബാക്ക് വേണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റിവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റോൾ ബാക്ക് വേർഡ് പ്രസ്, അതായത് ആപ്ലിക്കേഷൻ നെയിം ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറണ്ട് വേർഷനിൽ നിന്ന് പ്രീവിയസ് ഒരു ഡിപ്ലോയ് ചെയ്ത വേർഷനിലോട്ട് പോകാൻ പറ്റും. ഇതിനൊക്കെ കുറേ ഇന്റേണലി കുറേ കാര്യങ്ങളുണ്ട്, റിലീസസ്, റിവിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് ഇത്രേ ഉള്ളൂ, ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ പിൻ ചെയ്താണ് നമുക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹെൽം കമ്പോണൻസ്. അപ്പോൾ ഹെൽം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഫയല്. ഇതെന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിക്ചർ, അതായത് എന്താണ് ഹെൽം എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ബെസ്റ്റ് പിക്ചറാണിത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ടാവും ക്യൂബർനെറ്റീസിൽ. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞതിൽ ക്യൂബർനെറ്റീസ് മാനിഫെസ്റ്റ് ഫയൽസ് ആയിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സർവീസ് ഫയല്, ഇത് നമ്മുടെ ഡിപ്ലോയ്മെന്റ് ഫയല്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹെൽമിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂസ് ഡോട്ട് യാമൽ എന്നൊരു ഒരു അഡീഷണലി നമ്മളൊരു ഫയല് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ വാല്യൂസ് ഡോട്ട് യാമൽ ഭയങ്കര സിമ്പിളാണ് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് കൂടുതൽ ഈ പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ്, നമുക്കൊരു ഫിക്സ്ഡ് സ്ട്രക്ചർ ഇല്ല. നമുക്ക് ജസ്റ്റ് എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് മാത്രം ഇവിടെ കൊണ്ടിട്ടാൽ മതി. സോ ഒരു പോയിന്റുമാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്, ക്യൂബർനെറ്റീസിന്റെ ഫയൽ ഇത് നമ്മൾക്ക് ലെറ്റേഴ്സ് എല്ലാം കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എന്താ പറയുക, യാമൽ ഫയൽസ് ഭയങ്കര സ്ട്രിക്ട്ലി ഫോർമാറ്റഡ് ആണല്ലോ. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് ഡോട്ട് യാമൽ ഫയലിന് ശ്രദ്ധിക്കേണ്ടതുള്ളത്. എപ്പോഴും നമ്മൾ വാല്യൂസ് എഴുതാൻ നേരത്ത് അതിൻ്റെ കേസ് സെൻസിറ്റീവ് ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സിമ്പിൾ ഒരു ഡിപ്ലോയ്മെന്റ് ഫയലാണ് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് 2-3 സ്പെക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. API വേർഷൻ, കൈൻഡ്, മെറ്റഡേറ്റ, സ്പെക്ക്, റെപ്ലിക്കാസ്. ഓക്കെ, ഈ റെപ്ലിക്കാസ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടെ, ജസ്റ്റ് ഓർമ്മയാണ് പറഞ്ഞു തന്നെ. അപ്പോൾ നമുക്ക് ഒരു വാല്യൂസ് ഡോട്ട് യാമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെൻഷൻ ചെയ്യുന്നത് വാല്യൂസ്, അതായത് ഈ വാല്യൂസ് ഡോട്ട് യാമൽ ഫയലിന്റെ വാല്യൂസ്, പിന്നെ റെപ്ലിക്ക അക്കൗണ്ട്. കണ്ടോ, അതേപോലെ തന്നെ ആ കേസ് ഒന്നും മാറാണ്ട് തന്നെ റെപ്ലിക്ക അക്കൗണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് വളരെ സിമ്പിൾ. കണ്ടു, ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ട് ഹെൽം സിമ്പിൾ ആണ്. കോംപ്ലക്സ് ആയിട്ട് വരും, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ ഇതാണ് ഐഡിയ, ഒരു നോർമൽ ഐഡിയ എന്നുള്ളൂ. ഓക്കെ, നമുക്കിനി എവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഹെൽം? ഓക്കെ, പാക്കേജ് മാനേജറാണ് ഹെൽം, പക്ഷേ ഹെൽം എവിടെയാണ് ഇരിക്കുന്നത്, എവിടെ നിന്നാണ് ഇതൊക്കെ ബ്രൗസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഈ സെൻഡോയ്സിൽ നമ്മൾ പാക്കേജ് മാനേജർ യൂസ് ചെയ്യുമ്പോഴും പിന്നെ ഈ പറഞ്ഞ APTM ഇതെല്ലാം യൂസ് ചെയ്യുമ്പോഴും അതിനേതായ റെപ്പോസിറ്ററീസ് ഉണ്ട്. അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ പറയുമ്പോൾ അത് ഇങ്ങനെ പുള്ള് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഹെൽമിന് വേണ്ടി തന്നെ സ്പെസിഫൈഡ് ആയിട്ട് തന്നെ റെപ്പോസിറ്ററീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അപ്സ്കോഡിൽ അത് ഒരു റെപ്പോസിറ്ററി ആണ്. അതൊരു കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററീസ് ആണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ട്രൂ ചാറ്റ്സ് ഉണ്ട്, ബിറ്റ്നാമി ഉണ്ട്. ഞാൻ കൂടുതലും ബിറ്റ്നാമിയാണ് യൂസ് ചെയ്തേക്കുന്നത്, റെപ്പോവാർഡ്. നമ്മളിത് എന്താണ് യൂസ്, അതായത് റെപ്പോസിറ്ററി ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റെപ്പോസിറ്ററി എന്താണ്, വാട്ട് ഇസ് ദിസ് റെപ്പോസിറ്ററി, എന്തിനാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്, ഫോർ വാട്ട് പർപ്പസ്? അതായത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡൗൺലോഡ് നടക്കണം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ നമ്മളൊരു റെപ്പോസിറ്ററി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി എന്താ പറയുക, അതിന്റെ ചില ലൈബ്രറീസ് ഒക്കെ നമ്മുടെ സെർവറിൽ തന്നെ ഇൻസ്റ്റാൾ ആവും. അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ആ റെപ്പോസിറ്ററിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ സർവീസസോ വേണമെങ്കിൽ ആ റെപ്പോസിറ്ററിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പേര് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റെപ്പോസിറ്ററിയിൽ നിന്ന് ഡൗൺലോഡ് നടക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞെന്നുള്ളൂ, കൂടുതലായിട്ട് പോകുന്നില്ല. ബിറ്റ്നാമി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സെഷനിൽ. പിന്നെ എവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിഫാക്ട് ഹബ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഹെൽമിന്റെ റിപ്പോസിറ്ററീസ് ഹെൽമിന്റെ എല്ലാ പാക്കേജസും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ബിറ്റ്നാമി എല്ലാ നല്ല പ്രൊവൈഡേഴ്സും വെൻഡേഴ്സും, നമ്മൾ വെൻഡേഴ്സിന്റെ നിന്നാണല്ലോ നോർമലി ഈ പറയുന്ന പോലെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിഫാക്ട് ഹബിന് നേരത്തെ ഒരു പേരുണ്ടായിരുന്നു, ഹെൽം ഹബ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഒരു റീസൺ ഉണ്ട്, അത് വൈ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്.
So previously it was Helm Hub, so it changed to Artifact Hub. അപ്പോൾ ആർട്ടിഫാക്ട് ഹബിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഒരു പ്രൊമിത്യസ് അങ്ങനെയുള്ള എൻജിനിക്സ്, വേർഡ് പ്രസ്, അങ്ങനെ എന്തെങ്കിലും ഗ്രഫാന, എന്തെങ്കിലും വാട്ട് എവർ ഇമേജ്, ഇതിനകത്ത് കുറേ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ ഇമേജ് പർട്ടിക്കുലർ ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ ഒത്തിരി ലിസ്റ്റ് ചെയ്യും. ഒരു സിംഗിൾ ഒരു ആപ്ലിക്കേഷൻ, ഒരു സർവീസിന് വേണ്ടി തന്നെ ഒത്തിരി നമുക്ക് ഇമേജസ് ലിസ്റ്റ് ചെയ്യും ഇവിടെ, പാക്കേജസ് ലിസ്റ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിച്ച് വൺ ഐ ഷുഡ് ചൂസ്? ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ബാഡ്ജസ് നോക്കുക. നമുക്ക് ഒഫീഷ്യൽ ബാഡ്ജസ്, വെരിഫൈഡ് ബാഡ്ജസ്, ഇതൊക്കെ, പിന്നെ നമ്പർ ഓഫ് ഡൗൺലോഡ്സ്, സ്റ്റാർസ്, ഇതൊക്കെ നോക്കി വേണം നമ്മളൊരു ഒരു പർട്ടിക്കുലർ പാക്കേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഹെൽമിന്റെ പാക്കേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. പിന്നെ ഹെൽം ചാർട്ട്സ് നമ്മൾ പറഞ്ഞാണ് ജസ്റ്റ്, പക്ഷെ അത് എന്താണ്, ഇതിനകത്ത് ഏതാണ് ഹെൽം ചാർട്ടിന്റെ ഏതാണ് ടെംപ്ലേറ്റ് എന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, ഹെൽം ചാർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അത് ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ബൈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലോ. അതായത് അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സെക്ഷനാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ നമുക്ക് കോൺസ്റ്റന്റ് അല്ലാത്ത, അതായത് വേരിയിങ് ആയിട്ടുള്ള, അതിനാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഹെൽം യൂസ് ചെയ്യുന്നത് തന്നെ. എപ്പോഴും നമുക്ക് വേരിയിങ് ആയിട്ടുള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ ഡെവിലും നമുക്ക് എൻവയോൺമെന്റ്സ് ഉണ്ടല്ലോ, നമ്മളൊരു ഡെവോപ്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഡിഫറെന്റ് എൻവയോൺമെന്റ്സ് ഉണ്ടായിരിക്കും. ഡെവ് എൻവയോൺമെന്റ്, സ്റ്റേജ്, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, അങ്ങനെ ഇതിലും കൂടുതലുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ള എൻവയോൺമെന്റ്. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. മേ ബി സംടൈംസ് വെരി റെയർലി നമുക്ക് എൻവയോൺമെന്റ്സിൽ സെയിം വാല്യൂസ് വരും. എന്നാൽ പോലും നമുക്ക് എൻവയോൺമെന്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റിലേ ചെയ്യുന്നത് ഈ പറയുന്നത് ഡെവ് വാല്യൂ ഡോട്ട് യാമൽ, സ്റ്റേജ് വാല്യൂ ഡോട്ട് യാമൽ, പ്രൊഡക്ഷൻ വാല്യൂ ഡോട്ട് യാമൽ, അങ്ങനെ. അപ്പൊ അതിനൊരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഞാനത് എൻഡ് ഓഫ് ദ സെക്ഷനിൽ ഞാൻ കാണിച്ചു തരാം, പ്രൊഡക്ഷൻ റെഡി സ്ട്രക്ചർ. അപ്പോൾ അതേപോലെ തന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേരിയിങ് ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഫയൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ടെംപ്ലേറ്റ്സ് സെക്ഷൻ. ഓക്കെ, നമുക്ക് ഹാൻഡ്സും വരുന്നുണ്ടോ, ഞാൻ ഇതൊക്കെ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ചാർട്ട് യാമൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിനകത്ത് ചാർട്ട് യാമലാണ് നമ്മുടെ ഹാർട്ട് ഓഫ്, എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന ഹെൽം ചാർട്ട്സിന്റെ എല്ലാം ഹാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് യാമലാണ്. വൈ? ബിക്കോസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽമിനെ കുറിച്ച് എല്ലാം, അതായത് എന്താണ് ഈ ചാർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും നമുക്ക്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല ഹെൽമിന്റെ 4 വെർഷൻസ് ഉണ്ടെന്ന്, ഹെൽം 1, 2, 3, 4. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ ആർട്ടിഫാക്ട് ഹബിലാണെങ്കിലും പുറത്താണെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും 2 വെർഷൻസ് ആണ് കൂടുതൽ കാണാൻ പറ്റുന്നത്, ഹെൽം 2ഉം ഹെൽം 3യും. ഓക്കെ, പക്ഷെ ചില കമ്പനീസ് സ്ട്രിക്ട് പോളിസി ഉണ്ടായിരിക്കും, നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വേണം, അതായത് സ്റ്റേബിൾ ആൻഡ് അപ്ഡേറ്റഡ് വേർഷൻ. ഓക്കെ, അപ്പൊ അപ്ഡേറ്റഡ് വേർഷൻസിൽ നമ്മളെപ്പോഴും ഹെൽം 3 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഹെൽം 3 ഇപ്പൊ ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഇവരുടെ നെയിം, കാരണം ഹെൽം 1 ഇല്ലല്ലോ. അപ്പൊ ഹെൽം 2ന് അവർ V2 എന്നാണ് യൂസ് ചെയ്യുന്നത്. ഹെൽം 3ക്ക് അവർ V2 എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹെൽം 2ന് V1 എന്നാണ് യൂസ് ചെയ്യുന്നത്. 1 അവർ കൺസിഡർ ചെയ്തിട്ടില്ല, അതായത് 0+1 അങ്ങനെ ഒരു ഓർഡറിൽ അവർ പോകുന്നത്. പക്ഷെ ഹെൽം 4 എനിക്ക് തോന്നുന്നു മൈ ബി V3. ഹാവ് ടു ചെക്ക് ഇൻ. ഞാൻ അതിന്റെ ഇത് ചാർട്ട് യാമിൽ വായിച്ചിട്ടില്ല. ബട്ട് ഷുഡ് ബി V3. ബട്ട് ഹെൽം V3ക്ക് നമ്മൾ എപ്പോഴും ആരെങ്കിലും ചോദിക്കുകയാണ്, ഇഫ് സമ്മൺ ആസ്ക് യു വിച്ച് വേർഷൻ ഓഫ് ഹെൽം ചാർട്ട് യു ആർ യൂസിങ്, അതെപ്പോഴും നമ്മൾ പറയുന്നത് ഹെൽം V2 എന്നാണ്. ഓക്കെ, പിന്നെ ഹെൽം കമാൻഡ്സ് നമ്മൾ എപ്പോഴും എന്താ പറയുക, ക്യൂബർനെറ്റിസ് ആണെങ്കിലും എന്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡെവോപ്സ് ടൂൾസ് ആണെങ്കിലും നമ്മൾ CLIs യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എപ്പോഴും ഗെറ്റ് ഫെമിലിയർ വിത്ത് CLI. നല്ല രസമാണ് CLIs എപ്പോഴും യൂസ് ചെയ്യാൻ. ഓക്കെ, സോ അപ്പോൾ ഈ ഹെൽം ചാർട്ട് നമുക്ക് ഇതിനകത്ത് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ തന്നെ ചീറ്റ് ഷീറ്റ് ഉണ്ട്. ഈ ചീറ്റ് ഷീറ്റിൽ ഇതെപ്പോഴും നമ്മൾ എന്താ ഒരു ഹാൻഡ് ആയിട്ട് വെക്കുക, നമ്മളെന്ത് ഗെറ്റ് യൂസ് ടു ദ കമാൻഡ്സ് while you are doing any updates. അപ്പോൾ കുറേ കമാൻഡ്സ് ഉണ്ട്, നമ്മളിനകത്ത് ഒട്ടുമിക്കതും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഞാനത് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ചീറ്റ് ഷീറ്റ് അവൈലബിൾ ആണ് ഹെൽമിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ. പിന്നെ നെക്സ്റ്റ് വൺ. ഓക്കെ,
ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഞാൻ ഓൾറെഡി കവർ ചെയ്തു ടോപ്പിക്. പക്ഷെ എന്നാൽ കുറച്ചും കൂടെ പറഞ്ഞുതരാം എങ്ങനെയാണിത്, എവിടെയാണ് മാറ്റുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ റെപ്പോസിറ്ററി ഉണ്ടെന്ന് ഈ പറയുന്ന ഹെൽമിന്. അപ്പോൾ അത് ബിറ്റ്നാമി എന്നൊരു, ഞാനൊരു ബിറ്റ്നാമി റെപ്പോസിറ്ററി ഒരു പ്രൊവൈഡർ, റെപ്പോ പ്രൊവൈഡർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമാൻഡാണിത്, ഹെൽം പുൾ ബിറ്റ്നാമി വേർഡ്പ്രസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വേർഡ്പ്രസ് അപ്പൊ എന്ത് ചെയ്യും, ഈ വേർഡ്പ്രസ് നമുക്ക് ഈ പറയുന്ന പോലെ ഇതിനകത്ത് പുള്ള് ചെയ്ത് കിട്ടും, ഇമേജ് പുള്ള് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ അൺടാർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതാണ് ഡയറക്ടറി സ്ട്രക്ചർ കേട്ടോ. ഇത് ഞാൻ കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്ര ജസ്റ്റ് ഈ ഒരു വാല്യൂ ഫയൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്തേരെ. വാല്യൂസ് ഡോട്ട് യാമൽ ഫയലിൽ നമ്മൾ എന്ത് വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കസ്റ്റമൈസബിൾ ആണ്. ഓക്കെ, വാട്ട് എവർ വാല്യൂ മെൻഷൻ ഹിയർ ഈസ് കസ്റ്റമൈസബിൾ. അതാണ് ഹെൽമിന്റെ അനദർ അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്കിനി കമാൻഡ് സെക്ഷനിലോട്ട് പോകാം. അതായിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക ഹാൻഡ്സ് ഓൺ രീതിയിൽ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഹെൽം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഹെൽം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതിനകത്ത്. ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ ആണ് ഇത്. ഇത് ബേസിക് AKS ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ ആണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ റെഡി ഒന്നുമല്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ ആണ്. നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഈ കോണ്ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ ഹെൽമിൽ യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് കണക്ട് ആയിക്കോളും. സോ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ ആണ്. പിന്നെ നമുക്ക് ഹെൽമിന്റെ കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഹെൽം മൈനസ് ഹെൽപ്പ്. ഓക്കെ, നമ്മൾ എന്ത് കമാൻഡ് ടൂൾ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തന്നെ CLI ഹെൽപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതിന് ഹെൽം മൈനസ് ഹെൽപ്പ് അടിച്ചു എന്ത് നമ്മൾ എന്ത് കമാൻഡ് നമ്മൾ ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ ചെയ്യുവാണെങ്കിലും എപ്പോഴും ഇവിടെ ഇതൊരു ഹെൽപ്പ് വയ്ക്കുന്നതല്ല. കാരണം നമ്മൾ എക്സ്റ്റേണലി ഈ ഹെൽം കമാൻഡ്സ് സെർച്ച് ചെയ്യുന്നതിനേക്കാളൊക്കെ യൂസ്ഫുൾ ആണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. കാരണം ടൈം ലാഭിക്കാൻ പറ്റും. കാരണം നമുക്കത് കൂടുതൽ നമുക്ക് എന്താ പറയുക പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഹെൽപ്പ് വെച്ചു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഹെൽമിന്റെ കുറേ കമാൻഡ്സ് ഉണ്ട്. ഹെൽം, പുള്ള്, പുഷ്, രജിസ്ട്രി, റെപ്പോ, റോൾ ബാക്ക്. ഇതിനൊക്കെ ഫ്ലാഗ്സും വരും കേട്ടോ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഗ്സ് നമുക്ക് ഫർദർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനിപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ എനിക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഹെൽമിന്റെ ഒരു റെപ്പോ, ഹെൽം റെപ്പോ മൈനസ് ഹെൽപ്പ്. ഓക്കെ, ഇതെന്ത് കാണാൻ പറ്റും, ആ ഹെൽമിന്റെ തന്നെ നമുക്ക് എന്താ പറയുക ഹെൽം റെപ്പോയുടെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ അപ്ഡേറ്റ്, ഹെൽം റെപ്പോ അപ്ഡേറ്റ്, ഹെൽം റെപ്പോ ഹെൽം റെപ്പോ ലിസ്റ്റ്, ഹെൽം റെപ്പോ ആഡ്. ഇപ്പം ഞാൻ ഓൾറെഡി തന്നെ ഒരു ഹെൽമിന്റെ ഈ പറയുന്ന പോലെ ഒരു റെപ്പോ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹെൽം റെപ്പോ ആഡ് ഈ പറയുന്ന പോലെ ഒരു റെപ്പോസിറ്ററി, അതൊരു പ്രൈവറ്റ് വെണ്ടറിന്റെ റെപ്പോസിറ്ററി ആണിത്. അപ്പോൾ ഞാൻ ഇത് വേർഡ്പ്രസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഹെൽം റെപ്പോ ആഡ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹെൽം റെപ്പോ ഹെൽം റെപ്പോ ഹെൽപ്പ് വെച്ചിട്ട് മൈനസ് ഹെൽപ്പ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ഫ്ലാഗ്സ് കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊരു ഫ്ലാഗ് ട്രൈ ചെയ്യാം. ഹെൽം റെപ്പോ ഓക്കെ ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് 2 റെപ്പോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിറ്റ്നാമി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. അപ്പൊ ബിറ്റ്നാമി യൂസ് ചെയ്യുന്ന കൂടുതലും. അപ്പോൾ അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു വേർഡ്പ്രസ് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഹെൽം റെപ്പോ ആഡ് കമാൻഡ്, സെയിം തിങ്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം ഹെൽം. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് റെപ്പോസിറ്ററീസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഒരു പാക്കേജ് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്നറിയാം. അതായത് ഈ ഹബ്ബ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫാക്ട് ഹബ്ബ്. ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഹെൽമിന്റെ എന്താ പറയുക ഒരു ഹെൽമിന്റെ എല്ലാ പാക്കേജസുകളും നമ്മൾ ഇവിടെ നിന്നാണ് പുള്ള് ചെയ്യുന്നത്. ഇതിലൊക്കെ എന്താ പറയുക ഒരു ഇൻവെന്ററീസ് നമുക്ക് packages. You can find 20,000 packages.
അപ്പോൾ റിലീസസും ഉണ്ട്. റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിനെയാണ് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത്. ആർട്ടിഫാക്ട് ഹബിനെയാണ് നമ്മൾ ഇവിടെ ഈ CLI വഴിയിൽ CLIയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് സിംപ്ലി ഹബ്ബ്, നോട്ട് ആർട്ടിഫാക്ട് ഹബ്. ഓക്കെ, അപ്പോൾ ഹെൽം സെർച്ച് ഹബ്ബ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാക്കേജ് നെയിമാണ്. എനിത്തിങ് വേർഡ്പ്രസ്സോ എൻജിനിക്സോ എനിത്തിങ്. ഓക്കെ, ഹെൽം സെർച്ച് റെപ്പോയും ഉണ്ട്. ഈ രണ്ട് കമാൻഡ്സ് നമുക്ക് സിമിലർ ആണ്, പക്ഷെ രണ്ട് പർപ്പസ് ആണ് ഇതിന്. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹബിൽ ഡയറക്റ്റ് ആയിട്ട് പോയി നമ്മൾ വിളിച്ചുകൊണ്ട് വരും, അതായത് വേറെ ഒരു ഇന്റർമീഡിയറ്റും ഇല്ലാണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ റെപ്പോ വഴി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു, ഹെൽം റെപ്പോ ആഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന സെർവറിൽ ഈ പറഞ്ഞ റെപ്പോസിറ്ററി ആഡായി, ലൈബ്രറീസ് ആഡായി, ബേസിക് ലൈബ്രറീസ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ പുള്ളി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും റെപ്പോസിറ്ററിയിൽ നിന്ന്. അപ്പോൾ അതാണ് രണ്ട് കമാൻഡ്സിന്റെ ഡിഫറൻസ്. ഓക്കെ, ഹെൽം സെർച്ച് റെപ്പോ വേർഡ്പ്രസ്സും ഹെൽം റെപ്പോ വേർഡ്പ്രസ്സും. അപ്പോൾ ഇത് ഞാൻ ബിറ്റ്നാമി ആഡ് ചെയ്ത് സെയിം കമാൻഡ് വെച്ചിട്ടാണ്, സിമ്പിളാണ്. പിന്നെ ബിറ്റ്നാമി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ ഒരു പാക്കേജ്. നമ്മുടെ ഫസ്റ്റ് ഹെൽം വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി ബിറ്റ്നാമി റെപ്പോ ആഡ് ചെയ്താണ്. ബിറ്റ്നാമി റെപ്പോയിൽ നിന്ന് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ 2-3 കീവേഡ്സ് ഉണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള. ഗോയിങ് ഫോർവേഡ് നമുക്ക് ആ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽം ഇൻസ്റ്റാൾ. ഓക്കെ, ഹെൽം ഇൻസ്റ്റാൾ ഇത് റിലീസ് നെയിമാണ്, ഞാൻ ആ പേര് തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്ത് വേണമെങ്കിലും whatever XYZ. ഓക്കെ, ഈ റിലീസ് നമ്മുടെ ഞാൻ XYZ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് പേരാണ്. നമ്മൾ എന്ത് പേരാണ് ആപ്ലിക്കേഷന് ഈ പറഞ്ഞ റിലീസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാം. പിന്നെ ബിറ്റ്നാമി, അതായത് നമ്മുടെ റെപ്പോ ഏതാണ് ബിറ്റ്നാമി, ഇതേ കിടക്കുന്ന റെപ്പോ, ആ റെപ്പോ സ്ലാഷ് നമുക്ക് എന്ത് പാക്കേജാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആ പാക്കേജിന്റെ നെയിം, എനിത്തിങ്. ഓക്കെ, എൻജിക്സ് ആണ് എൻജിക്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹെം ഇൻസ്റ്റാൾ കൊടുത്തു. നോക്കാം, ടൈം എടുക്കും. ഓക്കെ, അതവിടെ റൺ ചെയ്തോട്ടെ. അപ്പോൾ ഈ ഒക്കെ ഞാൻ ആ കമാൻഡിന്റെ ഒരു ഇത് പറഞ്ഞു തന്നത് റിലീസ് എന്നല്ലേ. അപ്പൊ ഇതാണ് പറയുന്നത് ഫസ്റ്റ് റിലീസ് ആണ്. ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് അത് ഫസ്റ്റ് റിലീസ് ആയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞത്. ഓക്കെ, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ ഇതാണ്. അപ്പൊ ഇൻസ്റ്റലേഷന്റെ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടല്ലോ. അതായത് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് കുറേ അതിന്റെ നെയിം എന്താണ്, ആ നെയിമിന്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുണ്ട് റിലീസ് നെയിം ഉണ്ടോ. പിന്നെ ഇവിടെ ലാസ്റ്റ് ഡിപ്ലോയിഡ് എന്നാണ്, വെനസ്ഡേ ഈ ടൈമിലാണ് ഡിപ്ലോയ് ചെയ്തത്. പിന്നെ നെയിം സ്പേസ് ഏതാണ്, നെയിം സ്പേസിൽ നമുക്ക് ഡിഫോൾട്ട് നെയിം സ്പേസ് വന്നു. പിന്നെ സ്റ്റാറ്റസ് ഡിഫോൾട്ടിലാണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നെയിം സ്പേസ് ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം. നമുക്ക് -n കൊടുത്തിട്ട് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. നമുക്ക് നെയിം സ്പേസ് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ -n അല്ലെങ്കിൽ മൈനസ് നെയിം സ്പേസ് നെയിം കൊടുക്കുക. അപ്പം ഞാൻ ഡിഫോൾട്ട് നെയിം സ്പേസിലാണ് ക്രിയേറ്റ് ചെയ്തത്. സ്റ്റാറ്റസ് ഡിപ്ലോയിഡ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുമായിരുന്നു. റിവിഷൻ 1, ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. റിവിഷൻ 1 എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റോളേഷൻ. ഇത് ക്യൂബർനെറ്റിസിന്റെ ഒരു ബ്യൂട്ടി അതാണ്, ഹെൽമിന്റെ ബ്യൂട്ടി അതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ റിവിഷൻസ് എല്ലാം കാണാൻ പറ്റും. റിവിഷൻ ഈസ് ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ സെക്കൻഡ് ടൈം ഒക്കെ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ സെക്കൻഡ് ടൈം ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ അവർ റിവിഷൻ 2 ആക്കിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ആ സെക്കൻഡ് അപ്ഡേറ്റിന് നമുക്ക് ഈ പറയുന്ന പോലെ എനിക്ക് അപ്ഡേറ്റ് ചെയ്തത് വേണ്ട, എനിക്ക് പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകണം. അപ്പൊ അതിനെ ആ എനി ചേഞ്ച് ഈസ് കൺസിഡർ ആസ് എ റിവിഷൻസ്. അപ്പോൾ അത് റിവിഷൻ 2-ൽ നിന്ന് റിവിഷൻ 3-ലോട്ടാകും. ഈവൻ ഇഫ് ഇറ്റ്സ് കൺസിഡർ ആസ് എ റോൾ ബാക്ക്, ഇത് റിവിഷൻ 3-ലോട്ടായി പോകും. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം, റിവിഷൻ 1 ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ, റിവിഷൻ 2 ഫസ്റ്റ് അപ്ഡേറ്റ്, റിവിഷൻ 3 സെക്കൻഡ് അപ്ഡേറ്റ്. പിന്നെ ഈ സെക്കൻഡ് അപ്ഡേറ്റിൽ നിന്ന് ഫസ്റ്റ് അപ്ഡേറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ റിവിഷൻസ് എപ്പോഴും പുറകോട്ടല്ല പോകുന്നത്, റിവിഷൻസ് എപ്പോഴും ഇൻക്രിമെന്റൽ ഓർഡറിലാണ് പോകുന്നത്, +1 എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ അത് സിമ്പിൾ ആണല്ലേ പറയാം. ഓക്കെ, ചാർട്ട് നെയിം. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന
നമ്മൾ ഈ പറയുന്ന ഹെൽം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചാർട്ടായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഹെൽം ചാർട്ട്സ് കാണുന്നത്. അപ്പൊ ഈ ചാർട്ട് എന്ന് പറയുന്ന ചാർട്ട് യാം എന്നുള്ള ഒരു ഫയൽ ഉണ്ടല്ലോ, അപ്പൊ അതിനും ഈ പറയുന്ന പോലെ വേർഷൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമുക്ക് അതൊക്കെ ഒരു ഡെവോപ്സിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. നമ്മൾ എത്രയാണ് നമ്മുടെ ചാർട്ടിന്റെ വേർഷൻ, ആ ചാർട്ടിന്റെ വേർഷൻ നെക്സ്റ്റ് ടൈം നമ്മൾ അപ്ഡേറ്റ് ആകുമ്പോൾ അതും ആ ചാർട്ടിന്റെ വേർഷൻ, അതായത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആപ്ലിക്കേഷന്റെ ഈ പറഞ്ഞ ആപ്പിന്റെ വേർഷനും മാറ്റും. അതായത് ഹെൽം ചാർട്ടിന്റെ വേർഷനും മാറ്റും. അത് ഈ ചാറ്റ് മാനേജർ, അതായത് ചാറ്റ് ഡെവലപ്പർ ഡെവോപ്സ് ആണ് നോർമലി ഹാൻഡിൽ ചെയ്യുന്നത്. ആരാണ് ചാർട്ട് മാനേജ് ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ആപ്പിന്റെ വേർഷൻ മാറ്റുന്നത്. ഫയൽ ഉണ്ടേ കാണിച്ചു തരാം. ചാർട്ട് വേർഷൻ ഇതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷന്റെ. ഓക്കെ, നെക്സ്റ്റ് തിങ്. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഒരു നമ്മുടെ ബിറ്റ്നാമി റെപ്പോ വെച്ചിട്ടൊരു ഒരു സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, നോ ക്വസ്റ്റ്യൻ സോ ഫാർ. ഓക്കെ, ദെൻ ഹായ് വരദ. ഹെൽം റെപ്പോ നമ്മൾ പഠിച്ചു. ഹെൽം റെപ്പോ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഇമേജ് പുൾ ചെയ്യുന്നത് പഠിച്ചു. അത് വെച്ചിട്ട് Hello? എങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒരു നോർമൽ ഒരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പഠിച്ചു. പിന്നെ ഹെൽം ലിസ്റ്റ് പഠിക്കാൻ പോവാണ് നമ്മൾ. ഈ ഹെൽം ലിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ വളരെ ബേസിക് കമാൻഡ് ആണ് ഹെൽം ലിസ്റ്റ്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തല്ലേ, ഏതാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തല്ലേ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഭയങ്കര ബിസി ഒരു പ്രൊഡക്ഷൻ റെഡി അല്ലെങ്കിൽ എല്ലാ എൻവയോൺമെൻറ്റും ഉള്ളൊരു ഒരു സെർവറിലാണെങ്കിൽ, ക്യൂബർനെറ്റിസ് സെർവറിലാണെങ്കിൽ ഒത്തിരി റിലീസ് ഉണ്ടായിരിക്കും. അതായത് ഇതിപ്പോൾ വളരെ ബേസിക് ആണ്, നമ്മൾ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി ചെയ്താൽ അപ്പോൾ 1-2 ഉള്ളൂ. മോർ ദാൻ ഒത്തിരി ഉണ്ട്, നമ്മൾ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതായത് കൺട്രോൾഡ് എൻവയോൺമെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിലീസസ് കാണും. അപ്പോൾ അത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നമ്മൾ ഒരു കമാൻഡ് യൂസ് ചെയ്തില്ലേ, ഹെൽം ഫുള്ള് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. ഈ ഹെൽം ഇൻസ്റ്റാൾ വെച്ച എല്ലാം, സോറി ഞാൻ പറയാൻ പറഞ്ഞു, ഈ ഹെൽം റിലീസ് എന്ന് പറയുന്നത് ആണ് ഇവിടെ ലിസ്റ്റ് ആവുന്നത്. എല്ലാ റിലീസുകളും ഇവിടെ ലിസ്റ്റ് ആവും. നമുക്ക് പറയുന്ന നെയിം സ്പേസ് വൈഡും ഈ പറയുന്ന പോലെ റിലീസുകൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, കാരണം നമ്മൾ എൻവയോൺമെന്റ് സ്പെസിഫിക് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെൽം റിലീസസ് നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് മൈ റിലീസ്. ഇത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഒരു വെബ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഡിപ്ലോയിഡ് കണ്ടു. ഇതാണ് വേർഡ്പ്രസ് ചാർട്ടിൻ്റെ വേർഷൻ. ചാർട്ടിൽ വേർഡ്പ്രസിൻ്റെ വേർഷൻ ഇതാണ്, പിന്നെ ആപ്പ് വേർഷൻ ഇതാണ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഹെൽം ലിസ്റ്റ് തരും. ഹെൽം LS ആണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. സെയിം കമാൻഡാണ്. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറയുന്നത്? ഓക്കെ, ഹെൽം ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ നമുക്ക് ഈ ഹെൽമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാം. എന്താണ് ഈ പറയുന്ന ഹെൽമിൻ്റെ ചാർട്ടിൻ്റെ കണ്ടൻസ് എന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, CD വർക്ക്ഷോപ്പ്. ഓക്കെ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കൊരു കസ്റ്റമൈസ് ചെയ്ത് നോക്കാം ഒരു ഫോട്ടോസ്. അപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ബിറ്റ്നാമി റെപ്പോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു പാക്കേജാണിത്, വേർഡ്പ്രസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഞാനത് അൺടാർ ചെയ്ത് വെച്ചേക്കാണ്. അൺടാർ ചെയ്യുന്നതിന് കമാൻഡ് ഉണ്ട്. സോറി, സോ അൺടാർ ചെയ്യുന്ന കമാൻഡ് ഇതാണ്. നമ്മൾ ജസ്റ്റ് ഹെൽം ഇൻസ്റ്റാൾ വെച്ചിട്ട് കമാൻഡ് ഇത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ വേർഡ്പ്രസ് ഫോൾഡർ കിട്ടും. ആ ഫോൾഡറിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഈ പാക്കേജിനെ നമ്മൾ അൺടാർ ചെയ്തു. ഈ അൺടാർ ചെയ്ത ഈ ഫോൾഡറാണ് ഈ കിടക്കുന്നത്, വേർഡ്പ്രസ് എന്ന് പറയുന്നത്. വേർഡ്പ്രസ് നമുക്ക് വേർഡ്പ്രസിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എന്തൊക്കെയുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽമിൻ്റെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹെൽമിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്താണ്, ഒരു എക്സ്റ്റേണൽ ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തതാണിത്. സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽം ഇഗ്നോർ, ഇത് .ജിറ്റിഗ്നോർ എന്ന് പറഞ്ഞ് നമ്മൾ ഡോപ്സിൽ യൂസ് ചെയ്യാറില്ലേ. ഇത് നമുക്ക് വേണ്ടാത്ത ഈ പറഞ്ഞ ഫയൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെൽം ഇഗ്നോറിൽ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യാം.
ആഡ് ചെയ്യുക. കണ്ടോ, റാൻഡം ഫയൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ചാർട്ട്.യമൽ, ഇതാണ് എന്താ പറയുക, സ്റ്റാർ ഡോട്ട് ചാർട്ട്.യമൽ. ഓക്കെ, ഈ ചാർട്ട്.യമലാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഈ പറയുന്ന പോലെ വാട്ട് എവർ ഇൻഫർമേഷൻ അബൌട്ട് അവർ ആപ്ലിക്കേഷൻ, എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇതിനൊരു വേർഷൻ ഉണ്ട്, ചാർട്ട്.യമലിൽ ഒരു വേർഷൻ ഉണ്ട്. ഇതെല്ലാം ഇവിടെ കാണാം. അതായത് കണ്ടോ, MariaDB, വേർഡ്പ്രസ് MariaDB ഉണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫയൽസിൻ്റെ വേർഷനൊക്കെ കീപ്പ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ഓർവ്യൂ പറഞ്ഞുള്ളൂ. നോർമലി ഇതിലും വലുതാണ് നമ്മുടെ ചാർട്ട്.യമലെല്ലാം. ഇത് വളരെ ബേസിക് ആയിട്ട് ഒരു വേർഡ്പ്രസിൻ്റെ സൈറ്റ് അവരുടെ ആ പാക്കേജ് മാനേജറിൽ തന്നെ കിട്ടിയാണ്. പിന്നെ എന്താ നമുക്കിവിടെ ഉള്ളത്, ചാർട്ട്.യമൽ റീഡ്മി. വളരെ ബേസിക് ആണല്ലോ. അത് നമ്മുടെ നോർമൽ റീഡ്മി എന്തിന് എന്താ പറയുക, ജസ്റ്റ് വാട്ട് ആർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ആപ്ലിക്കേഷൻ. പിന്നെ LL. ഓക്കെ, LL ടെംപ്ലേറ്റ്സ്, ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഫോൾഡർ. ഓക്കെ ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒബ്ജക്ട്സ് ഒരു ആപ്ലിക്കേഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു മോർ ദാൻ 10 to 15 ഒബ്ജക്ട്സ് വരും. അപ്പോൾ ഈ ഒബ്ജക്ട്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിലല്ല യൂസ് ചെയ്യുന്നത്. ഈ YAML ഫയൽസ് അല്ല, ഈ YAML ഫയൽസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ആർക്കെങ്കിലും ഡിഫറൻസ് ഒരു മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ നോർമലി കുബർനെറ്റിസ് ഫയൽസ് എഴുതുമ്പോഴും ഈ ഫയൽസ് എഴുതുമ്പോഴും വളരെ ബിഗിനേഴ്സ് എന്ന് പറ്റുന്ന തെറ്റാണ്, അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഈ YAML ഫയൽസിന്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചു, സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ചോ? ഇത് ശരിക്കും പറഞ്ഞാൽ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഫോർമാറ്റ് ആണല്ലോ YAML, YAML. കുബർനെറ്റിസിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണത്. YML എന്ന് ചെയ്താലും നമുക്ക്, അതായത് ഇത്രേ ഉള്ളൂ എക്സ്റ്റൻഷൻ, ഫയൽ എക്സ്റ്റൻഷനിൽ YML ചെയ്താലും YAML പറഞ്ഞ് നമ്മൾ കുബർനെറ്റ് മാനിഫെസ്റ്റ് ഫയൽസ് എഴുതിയാലും അത് കുബർനെറ്റിസ് അക്സെപ്റ്റ് ചെയ്യും. കാരണം അത് ബിൽഡ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഇന്റലിജൻസ് ഉണ്ട് മനസ്സിലാക്കാൻ. പക്ഷേ നമുക്ക് മാനിഫെസ്റ്റ് ഫയല് ഹെൽമിന് വരുമ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടും ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. സോ ഇൻ കേസ് നമ്മൾ മിസ്സാൻ പാടുള്ളത് വരുന്നു. ഓക്കെ, ഇത്രയും ഫയൽസ് ഒന്നും എന്താ പറയുക നമ്മൾ ഇപ്പം ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം ഉണ്ട്, എല്ലാ ഒബ്ജക്ട്സും ഉണ്ട്. കണ്ടോ, സർവീസ് ഉണ്ട്, സർവീസ് അക്കൗണ്ടന്റ്, പിന്നെ HTTP റൂട്ട്, SPA ഉണ്ട്, പിന്നെ ലോഡ് ബാലൻസർ ഉണ്ട്, സീക്രട്സ് ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ വേർഡ്പ്രസിന്റെ ആണ് സാധനങ്ങൾ കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ ഒരു നോർമൽ ഫയൽ കാണിച്ചു, ഒരു സിമ്പിൾ ഫയൽ ഉണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ലെങ്തിയാണ്, എനിക്കറിയാനോ. ബട്ട് സംഭവം സെയിം സാധനങ്ങൾ എന്താ പറയുക, ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടെംപ്ലേറ്റൈസ് ചെയ്യുക. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫയലാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫയൽ പറയുന്നുണ്ട്. ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയാണ്. കൺഫ്യൂസ്ഡ് ആവണ്ട, കാരണം ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര വലിയ ഒരു ഇതായിട്ട് തോന്നും, പാടായിട്ട് തോന്നും. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് എന്താണ് എന്താണ് ഇന്നത് ചെയ്തിരിക്കുന്നത്. API വെർഷൻ അതിന് ടെംപ്ലേറ്റൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഒരു നെയിം കൊടുക്കാണ്ട് നമ്മൾ ടെംപ്ലേറ്റൈസ് ചെയ്ത് ഒരു ഡബിൾ കേളി ബ്രേസസിലാണ് നമ്മൾ എപ്പോഴും ഇവിടെ ടെംപ്ലേറ്റൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ്, കോമൺ, ഇതെല്ലാം നമ്മൾ കവർ ഈ പറയുന്ന ഹെൽമിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ നമ്മളൊരു ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നെയിം സ്പേസ്. നമ്മൾ എപ്പോഴും എന്താ പറയുക, നെയിം സ്പേസിലാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഐസൊലേഷൻ നടക്കുന്നത്. അപ്പൊ ഈ നെയിം സ്പേസിന്റെ ഒരു നമ്മൾ എങ്ങനെയാണ് ഹാർഡ് കോഡ് അല്ല, നമ്മൾ എങ്ങനെയാണ് അതിൽ കസ്റ്റമൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ഡോട്ട് നെയിം സ്പേസ്. അതായത് ഇതിപ്പോ ഡോട്ട് റിലീസ്, നമ്മളെപ്പോഴും ഈ ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന റൂട്ട് അല്ലേ. അപ്പൊ ഡോട്ട് റിലീസ് ഡോട്ട് നെയിം സ്പേസ് പൈപ്പ് കോട്ട. ഇത് നമ്മൾ ഈ ലിനക്സിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ ഇതെന്താണ്, പൈപ്പാണ്. ഓക്കെ, പൈപ്പ് കോട്ട. അങ്ങനെ ഇതേപോലെയാണ് അത് ഈ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഓക്കെ, ലേബിൾസ് എന്താണ്, നമ്മുടെ കുബർനെറ്റിസിലെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലേബിൾസ് എന്ന് പറയുന്നത്. ലേബിൾസിലും ഇതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊക്കെ വളരെ എന്താ പറയാ ഇങ്ങനെ ഇത്രയും കണ്ട് പേടിക്കുന്ന സാധനങ്ങളൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. കുറച്ചൊക്കെ നമുക്ക് എന്താ പറയാ ഇതിന്റെ കീവേഡ്സ് അറിഞ്ഞൊന്നും മനസ്സിലാക്കാവുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത സാധനത്തിന്റെ ഒരു ഈ പറഞ്ഞ റെപ്പോസിറ്ററിയുടെ ആണ്. പക്ഷെ നമുക്ക് ഒരു വർക്ക്ഷോപ്പിൽ നമുക്ക് ജസ്റ്റ് ഒരു നല്ലൊരു
എക്സാമ്പിൾ വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CD ചാർട്ട് L. ഓക്കെ, അയ്യോ ഞാനൊരു മിനിറ്റ് പോസ് ചെയ്തോട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? അമ്മയോട് അതൊക്കെ എന്തെങ്കിലും പറയാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. വെറുതെ കേൾക്കാം. ഓക്കെ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഓക്കെ, പറയുന്നത് നമ്മളെന്തായാലും പറഞ്ഞു കേൾക്കുന്നില്ല. നിർത്തിയത് ഹലോ നന്ദന. ഓക്കെ, സോ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാർട്ടാണ് LL ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സാധനം. നമുക്ക് കുറച്ച് ഫയൽസ് നോക്കാണ്ട് ഇവിടെ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഹെൽപ്പ് ഇഗ്നോർ ചാർട്ട്.yml നമ്മൾ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്. അതിനാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഹെൽപ്പ് ചാർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഹെൽപ്പ് ക്രിയേറ്റ്, നമുക്ക് ഏത് ഒരു റിലീസ് നെയിം, ഹെൽപ്പ് ക്രിയേറ്റ് റിലീസ് നെയിം, അതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിലീസ് നെയിം, പിന്നെ എന്താ പറയുക -f values.yml. ഇതാണ് നമ്മൾ ഈ ക്രിയേറ്റ് കമാൻഡ് വന്നേക്കണേ. കുറച്ച് കമ്പ്യൂട്ടറിലാക്കി ഹെൽപ്പ് ക്രിയേറ്റ് ചാർട്ട് നെയിം. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ചാർട്ട് നെയിം, നമുക്ക് എന്താ പറയുക, ഡെവോപ്സ് മലയാളത്തിൻ്റെ ഒരു ഹെൽപ്പ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ. അത് ചാർട്ട് എന്ന് പറയുന്ന ഒന്നുമില്ല, നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിൽ അതൊരു എന്താ പറയുക, നല്ലൊരു വെൽ ഫോർമാറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഈ ചാർട്ട് നമ്മൾ ഇത് നമുക്കിത് മാനുവലായിട്ട് ഒരു ഫോൾഡറും ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ഇത് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ നമുക്ക് തന്നെ ക്രിയേറ്റ് ആയി കിട്ടും. അപ്പം ഞാൻ ഇതിനകത്ത് കയറിയില്ലേ. ഓക്കെ, ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സ്, ഈ ഒരു ഫോൾഡറിൽ കുറച്ചധികം ഫയൽസ് ഉണ്ടല്ലോ. ചാർട്ട്.yml ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്, values.yml ഉണ്ട്. ഇതൊക്കെ ബൈ ഡിഫോൾട്ട് അതിനകത്തൊരു വാല്യൂ കിടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ബൈ ഡിഫോൾട്ട് ഉള്ളിലുള്ള വാല്യൂസ് ആവശ്യമില്ല, പക്ഷെ കണ്ടൻസ് ആവശ്യമുണ്ട്. കണ്ടോ, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്കിത് ഫുള്ള് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ values.yml കയറിയിട്ട് ഇത് വാല്യൂസ് എല്ലാം കറണ്ട് ആയിട്ടുള്ള ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇടുക. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ജസ്റ്റ് ഒരു നോർമൽ എങ്ങനെയാണ് ഫ്രം സ്ക്രാച്ച് എന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നാണ്. പിന്നെ നമ്മൾ CD ടെംപ്ലേറ്റ് അടിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ചാർട്ട് ബൈ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയൽസ്, YAML ഫയൽസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് RM-RF സ്റ്റാർ, ഓക്കെ, .**. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നുണ്ട്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമ്മൾ ഹെൽപ്പ് ക്രിയേറ്റ് ഈ പറയുന്ന ചാർട്ട് നെയിം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്കിംഗ് ഡയറക്ടറിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് ടെംപ്ലേറ്റ്സിൻ്റെ അണ്ടറിലുള്ള ഇത്. കാരണം എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫയൽസ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഒരു ബൈ ഡിഫോൾട്ടായിട്ട് ഈ പറയുന്ന ഹെൽപ്പ് ഡെവലപ്പേഴ്സ് എല്ലാം ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള YAML ഫയൽസ് മാത്രം യൂസ് ചെയ്യുക. പക്ഷെ കസ്റ്റമൈസ് ചെയ്യുക, values.yml വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ടെംപ്ലേറ്റ്സിനുള്ളിലുള്ള എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ values.yml എന്തൊക്കെ ആവശ്യം ഇല്ലാത്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫയൽസ് എല്ലാം ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഇത്ര മനസ്സിലായില്ലേ? ഇത്ര മനസ്സിലായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചോളൂ. ഹലോ നന്ദന. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാനത് ഓൾറെഡി നമുക്കൊരു വർക്ക്ഷോപ്പ് പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെംപ്ലേറ്റ്സിൽ നെസസറി ഫയൽസ് മാത്രം അതിനകത്ത്. ഓക്കെ, ഡിപ്ലോയ്മെന്റ് ഫയൽ. ഓക്കെ, ഇത് കണ്ടത് കുറച്ചും കൂടി സിമ്പിൾ അല്ലേ?
ലെറ്റ്സ് കയറി. നമ്മളിതിനകത്ത് 2 ഫയൽസ് ഉണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഞാൻ മിസ് ചെയ്ത് പറയാൻ. അതായത് ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ, ഡിപ്ലോയ്മെന്റ്.yml ഫയലും service.yml ഫയലും. പക്ഷെ ഇത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള നെയിം അല്ലേ, കാരണം അതിൻ്റെ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന helpers.tpl എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫോർമാറ്റ് നോർമലി കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് മെത്തേഡ് ഹെൽപ്പേഴ്സ്. അതായത് എന്താണ് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ, വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടെവർ, ഒരു നോർമൽ ആപ്ലിക്കേഷനിൽ നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫോർമാറ്റിംഗ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യും. അതായത് ഇപ്പോൾ പ്രൊഡക്ഷനിലാണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത് PRD, ഡെവിലാണെങ്കിൽ ഡെവ് അണ്ടർസ്കോർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കസ്റ്റമൈസ് ആയിട്ട് പ്രിഫിക്സോ സഫിക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഫയല് നമ്മളെപ്പോഴും വാല്യൂസ്.ymlന്റെ ഒരു കൺസെപ്റ്റേ വേറെയാണ് കേട്ടോ. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക ബെസ്റ്റ് പ്രാക്ടീസസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ helpers.tp എന്നിട്ടുണ്ടെങ്കിൽ. ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ ദ സെൻസ് നമുക്ക് എന്താ പറയുക, ഒരു നെയിമിങ് കൺവെൻഷനിൽ ഇത് തന്നെ വെച്ച് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതെന്നാ സംഭവം എന്ന്. അതായത് നമ്മളിപ്പോൾ ഈ ആപ്പ്.നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്ലോയ്മെന്റിലും ഈ പറഞ്ഞ service.ymlലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ നെയിമിൽ, അതായത് നമ്മുടെ കുബർനെറ്റ്സ് മാനിഫെസ്റ്റ് ഫയലിന്റെ നെയിമിൽ ഈ app.name വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനെ ഈ പറയുന്ന പോലെ അതിന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ഇത് മെൻഷൻ ചെയ്തത്. അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ app.fullname എന്തായിരിക്കണം. app.fullname എന്നത് റിലീസ് നെയിം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ എന്താ പറയുക ക്യൂബർനെറ്റ്സ് ഹെൽപ്പ് ചാർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്ത് എപ്പോഴും നമുക്ക് റിലീസ് നെയിം കാണുമല്ലോ. ആ റിലീസ് നെയിം ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമുക്ക് ഒരു നെയിമിംഗ് കൺവെൻഷൻ എവിടെയെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് അതിനെ നമ്മളൊരു ഷോർട്ട് ഫോം ആക്കുന്നതാണത്. അത്രയും വലിയൊരു ലെങ്തി നെയിം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കോഡൊക്കെ നമ്മളെപ്പോഴും ഷോർട്ട് ഹാൻഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതല്ല. അപ്പോൾ അതിനു വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ് റിലീസ് നെയിം. അതായത് എൻ്റെ റിലീസ് നെയിം .ചാർട്ട് നെയിം. പിന്നെ നമ്മൾ ചാർട്ട് നെയിം കൊടുക്കുമല്ലോ, ചാർട്ടിൻ്റെ ഒരു പേര് നമുക്ക് ഉണ്ടാവുമല്ലോ, ചാർട്ട്.yml ഫയൽ. അപ്പോൾ ആ ചാർട്ടിൻ്റെ YAML ഫയലിൻ്റെ കൂടുന്നതിനെയാണ് നമ്മൾ app.name എന്ന് പറയുന്നത്. കുറേ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒത്തിരി നല്ലൊരു ആപ്ലിക്കേഷൻ ഫയലാണ്, ഇതിൻ്റെയൊക്കെ ലെങ്ത് കൂടുതലായിരിക്കും. ജസ്റ്റ് ഞാനത് പറഞ്ഞുള്ളൂ, ഈ ഫയൽ നെയിം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു ഫയൽ, അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ക്യാറ്റ് ഡിപ്ലോയ്മെന്റ് ഫയലിലോട്ട് പോയി നോക്കാം. ഡിപ്ലോയ്മെന്റ് ഫയലിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേർഷൻ, കൈൻഡ്, ഡിപ്ലോയ്മെന്റ്, മെറ്റഡേറ്റയിൽ നെയിം കണ്ടു. ഇത് ഞാൻ പറഞ്ഞേക്കുന്നത് app.fullname. ഇതിനെ ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ്, ഈ app.fullname എന്ന് പറയുന്നത് എവിടെ അതിൻ്റെ ഫുൾ വാല്യൂ എടുക്കുന്നത് തന്നെ release name.chart name എന്നുള്ളത്. അതായത് ഇപ്പം എൻ്റെ റിലീസ് നെയിം വേർഡ്പ്രസ് ആണെങ്കിൽ വേർഡ്പ്രസ്, ചാർട്ട് നെയിം എന്നുണ്ടെങ്കിൽ ചാർട്ട് ആപ്പ് ചാർട്ട്, അങ്ങനെ ഇതിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ക്യൂബർനെറ്റിസിന്റെ പോഡ്സിന്റെ നെയിം അതായിരിക്കും. അതായത് നമ്മളത് kubectl get pods കാണിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ നെയിം. ഓക്കെ, പിന്നെ സ്പെക്സ് ഇതിന്റെ ഇത് നോർമലി നമ്മൾ കവർ ചെയ്താണ്. നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എന്ന് പറയുന്നത് തന്നെ ഏത് ഫയലാണ് നമ്മുടെ നേരത്തെ ഞാൻ ചേരാം കൺട്രോൾ അല്ല, വാല്യൂസ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഈ ഫയലാണ്. അത് കൺഫ്യൂസ്ഡ് ആവണ്ട. വാല്യൂസ് ഡോട്ട് പറയും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മളൊരു ഇതൊക്കെ ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ടെംപ്ലേറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ കേസ് സെൻസിറ്റീവ് ഡോട്ട് വാല്യൂസിൻ്റെ ഈ ക്യാപ്സ് ആണ്. പിന്നെ റിലീസ് നെയിം ഒക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ നമുക്കിപ്പോൾ മെറ്റഡേറ്റയിൽ നമുക്ക് വേണമെങ്കിൽ ഡോട്ട് റിലീസ് ഡോട്ട് നെയിം കൊടുക്കാം. അപ്പോൾ ആ റിലീസ് നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിലീസ് നെയിം ആണ് ഡോട്ട് റിലീസ് നെയിം എന്ന് പറഞ്ഞാൽ അത് നമ്മളത് എന്താ പറയുക റീപ്ലേസ് ആവുന്നത്. അപ്പോൾ മെയിൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് YAML ഫയൽസ്. എസ്പെഷ്യലി ഹെൽം വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. chart.name കണ്ടോ, ഇതൊക്കെ കണ്ടോ, chart.nameന്റെ ഒക്കെ ഇത് കേസ് കണ്ടോ. അപ്പോൾ അത് ഓക്കെ ഫൈൻ. എന്താ പറഞ്ഞു തന്നത്, ഓക്കെ ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ. ഇൻക്ലൂഡ് അങ്ങനെ പല പല കീവേഡ്സ് ഉണ്ട്. ഞാൻ ആ കീവേഡ്സ് ഇവിടെ
മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പല കീവേഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പൊ ഞാൻ വലിയൊരു ഡിപ്ലോയ്മെന്റ് ഫയൽ കാണിച്ചു തന്നില്ലായിരുന്നു വേർഡ്പ്രസിന്റെ. അപ്പൊ അതിനകത്തൊക്കെ കൂടുതലും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കീവേഡ്സ് ആണ് ഇതൊക്കെ. റിലീസ് നെയിം, റിലീസ് ഡോട്ട് നെയിം സ്പേസ്. അപ്പോൾ ഇതെല്ലാം ഇപ്പൊ കണ്ടോ, ക്യാപ്സ് എല്ലാം ക്യാപ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോട്ട് വെച്ച് പിന്നെ വരുന്നതും എല്ലാം ക്യാപ്സ് ആണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. എസ്കേപ്പ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും നേരായിട്ട്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നേരത്തെ എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും. ചാർട്ട് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ടെംപ്ലേറ്റ് ഫയൽസുകളെല്ലാം ഡിലീറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ YAML ഫയൽസ് കൊണ്ടിട്ടു. പിന്നെ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ റെഡി. എൻ്റെ സ്ട്രക്ചർ വേറെയാണ്, ഞാൻ ടൈം ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത കമാൻഡ്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതിന്റെ ഡയറക്ടറി നോക്കുക. ഓക്കെ, നമ്മൾ ഹെൽം ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ് അടിക്കുമ്പോൾ എപ്പോഴും 2 ഫയൽസ് അവർ നോക്കുക. എന്തൊക്കെയാണ്? chart.yaml, values.yaml. നമ്മൾ ഈ ഡയറക്ടറി ശ്രദ്ധിക്കണം എപ്പോഴും. കാരണം ടെംപ്ലേറ്റ്സിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഹെൽം ഇൻസ്റ്റാൾ കമാൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. കാരണം എന്താ, അവര് അവിടെ chart.yaml, values.yaml ഒക്കെ നോക്കും. ഇത് ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ഹെൽം തന്നെ നോക്കിക്കോളും. പക്ഷെ നമ്മൾ എപ്പോഴും കമാൻഡ് ട്രൈ ചെയ്യേണ്ട പ്ലേസ് എപ്പോഴും ഇവിടെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫുൾ പാത്ത് പറഞ്ഞു കൊടുത്താലും മതി ഇവിടുത്തെ. പക്ഷെ മേക്ക് ഷുവർ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഓക്കെ, നമുക്ക് ഹെൽം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാം. ഹെൽം ഇൻസ്റ്റാൾ റിലീസ് നെയിം, അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡെവോപ്സ് മെയിൽ തന്നെ ചെയ്യാം. ഡെവോപ്സ് ML ലാബ്. പിന്നെ ഓക്കെ, നമ്മൾ കറണ്ട് വർക്കിൻ്റെ അറേ എന്ന് പറയുന്നത് ഡോട്ട്. പിന്നെ എന്താ, നമുക്കൊരു values.yaml ഇല്ലേ, values.yaml. ടൈം പിടിക്കും, നോക്കാം എങ്ങനെയാണ് റിലീസ് ഡിപ്ലോയ് ചെയ്തെന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ റിലീസ് ഡിപ്ലോയ് ചെയ്തതിൻ്റെ ഇത് എന്താ പറയുക, ഡിസ്ക്രിപ്ഷനാണിത്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഹെൽം ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കമാൻഡ് ഓർമ്മയുണ്ടല്ലോ, ഹെൽം LS. നമുക്ക് നോക്കാം സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് ഉണ്ട്. ഹെൽം ഡെവോപ്സ് ML ലാബ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇൻവെൻറ്ററി എല്ലാ ഡീറ്റെയിൽസിനകത്തുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് QCTLൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും QCTL ഗെറ്റ് ഓൾ എന്നൊരു കമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ക്രിയേറ്റ് ചെയ്ത എല്ലാം പോഡ്സിൻ്റെയും അറിയാൻ പറ്റും. അപ്പം എൻ്റെ ഇപ്പോൾ നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെവോപ്സ് ML ലാബ് എന്നല്ലേ. ഈ ML ലാബ് എന്ന് പറഞ്ഞാൽ ഹെൽം റിലീസിൻ്റെ പേരെന്താന്ന് നോക്കുക. ഞാൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതിൻ്റെ പോഡ് നെയിം ഒക്കെ നമ്മൾ എങ്ങനെയാണ് മെൻഷൻ ചെയ്തതെന്ന്? ഞാൻ പറയാത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഈ CD ടെംപ്ലേറ്റ്സ് അല്ലല്ലോ, അതെ, CD ടെംപ്ലേറ്റ്സിൽ ഞാൻ ഒരു ഫയൽ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഈ പറഞ്ഞ ആപ്പിൻ്റെ ഫുൾ നെയിം എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. _helpbase.yaml. ഇതിൻ്റെ പേരെങ്ങനെയാണ് വരുന്നത്? റിലീസ് നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു, ഡെവോപ്സ് ML ലാബ് എന്നെന്തോ അല്ലായിരുന്നു. പിന്നെ ചാർട്ട് നെയിം, അതും എനിക്ക് തോന്നുന്നു ചാർട്ട് നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാറ്റ് charts.yaml എന്നൊരു ഫയലിൽ ചാർട്ട് നെയിം ഉണ്ട്. ഇൻവെൻറ്ററി API. ഓക്കെ, അപ്പോൾ നോക്കിയാലോ നമുക്ക് എന്താണ് കണ്ട, എങ്ങനെയാണ് മനസ്സിലായത് നമുക്ക്, എങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത്? ഇത് റാൻഡമാണ്. ഓക്കെ, ഡെവോപ്സ് ML ലാബ് ഇൻവെൻറ്ററി API. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഐഡിയ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ എളുപ്പമാണ് ഈ ഫയലൊക്കെ. കണ്ടോ, ഇൻവെൻറ്ററി റിലീസ് ഡോട്ട് നെയിം ചാർട്ട് നെയിം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ. നമ്മളെപ്പോഴും സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര ഈസി ആയിരിക്കും കൺസെപ്റ്റൊക്കെ. values.yaml ഇതൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കണത്. നമ്മൾ ഹെൽം വെച്ച് നമ്മൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് നമ്മൾ
അറ്റ് ഓൾ. എങ്ങനെയാണ് പോഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഈ പർട്ടിക്കുലർ നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് ആപ്പ് ഡിപ്ലോയ് തന്നെ എന്ന് പറയാം. കാരണം നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ നമ്മൾ പറയുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് ഡിപ്ലോയ് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ എന്താ പറയണേ, നമ്മൾ ഹെൽം വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വി ഡിപ്ലോയ്ഡ് ആൻ ആപ്പ്. ഓക്കെ, ആപ്പ് വെച്ച് യൂസ് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, അതിൻ്റെ എന്താ പറയുക, ഇത് വേറെ ഡിപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പം പോഡ്, പിന്നെ എന്താ പറയുക, നമുക്ക് സർവീസ് ഉണ്ടല്ലോ, സർവീസ് ഉണ്ട് ഇവിടെ. ഐ തിങ്ക് ഇല്ല, സർവീസ് മൈ റിലീസ് കമ്മ്യൂണിറ്റീസ് ഇല്ല, സർവീസിന് ക്രിയേറ്റ് ആയിട്ടില്ല. പിന്നെ വേറെ എന്താ ഉള്ളത്, ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, റെപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഞാൻ 2 ഫയലങ്ങളിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സർവീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സിമ്പിളാണ്, എന്താ പറയുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്ന ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, ബേസിക്സ് ഒക്കെ ഇതാണ് കവർ ചെയ്ത്. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആ പറയുന്ന ഒബ്ജക്ട്സ് എല്ലാം നമ്മൾ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കുബർനെറ്റിസ് ഫയൽസിൽ എല്ലാത്തിലും അങ്ങനെയായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇത്രയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓഡിബിൾ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓഡിബിൾ ആണ്. നന്ദന കേൾക്കാമോ? കേക്കാലോ, കേക്കാം. ഓക്കെ. ഹായ്, പേരെന്ന് പറയാമോ? ഇത് പേര് സുജിത്ത്. ഹായ്, കട്ടായി പോയല്ലോ. പേര് സുജിത്താണ്. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ഹെൽമ ബേസിക് തന്നെ പറഞ്ഞത് ഒരു ആപ്റ്റ് അല്ലെങ്കിൽ എന്നൊരു അക്കൗണ്ടാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നന്ദനയ്ക്ക് കേൾക്കുന്നില്ലേ? നേരത്തെ ഞാൻ 2 പ്രാവശ്യം ഇന്റർപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പറയാൻ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു. നമുക്കത് എളുപ്പമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹെൽം ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചാർട്ട്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ ചാർട്ട്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഓക്കെ, ബേസിക് ആയിട്ട് ഞാനൊരു കാണിച്ചു തരാം. ഹെൽം പ്രൊഡക്ഷൻ റെഡി ഫിഗർ കിട്ടുമെന്ന് നോക്കട്ടെ. സുജിത്ത് ഒന്ന് ചാറ്റില് മെസ്സേജ് ഇടാമോ? എനിക്കൊന്ന് നന്ദനയ്ക്ക് നമ്മൾ സംസാരിക്കുന്ന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, എന്നാ കുഴപ്പമില്ല, പിന്നെ നോക്കാം. ഞാൻ ജനറൽ ആയിട്ട് ചോദിക്കാൻ വിചാരിച്ചതാണ്. അല്ല, അത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളത് കവർ ചെയ്യുമെന്ന് വിചാരിച്ചതാ. സ്ക്രീൻ ഷെയർഡ് അല്ല യാസർ. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഞാനത് പറയാത്, കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഹെൽമിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുബർനെറ്റിസ് ആണെങ്കിലും ടെറാഫോമിലാണെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ENV ബേസ്ഡ് ആണല്ലോ ഈ പറഞ്ഞ ഡെവ് സ്റ്റേജ് ഇതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ENV എന്നുള്ളൊരു എൻവയോൺമെന്റ്സ് എന്നുള്ളൊരു ഫോൾഡർ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. നമ്മളെ റൂട്ട് ഡയറക്ടറി ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ റൂട്ട് ഡയറക്ടറി തന്നെ എൻവയോൺമെന്റ്സ് ഉള്ള ഫോൾഡറിൽ ഈ പറഞ്ഞ പോലെ ഈ എൻവയോൺമെന്റ് ഫിസിക്, അതായത് dev values.yaml, stage values.yaml, prod values.yaml. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ values.yaml മാത്രം നമ്മൾ ഓക്കെ, വരദ, ക്യാൻ യു ഹിയർ us? വരദ, എനിക്ക് കേൾക്കാമല്ലോ. ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്ദന പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? മൈ വോയിസ് ഈസ് ഓഡിബിൾ. ഓക്കെ, ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന പോലെ ഓക്കെ, എൻവയോൺമെന്റ് ബേസ്ഡ് വാല്യൂസ് എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ എൻവയോൺമെന്റ്സ് എന്നുള്ള ഫോൾഡറിൽ പിന്നെ എന്താ പറയുക, പർട്ടിക്കുലർ എൻവയോൺമെന്റ് സ്പെസിഫിക് വാല്യൂസിന്റെ ആ ഫയൽസോട്ട് മാത്രം ഇട്ടാൽ മതി. ബാക്കി ടെംപ്ലേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? വരദ, വോയിസ് ഓഡിബിൾ അല്ലേ? എന്നാലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിലിട്ടോ.
ഇല്ലെങ്കിൽ എന്നെ പിങ് ചെയ്താലും മതി, ഞാൻ ആൻസർ ചെയ്തു. ഹലോ, കേൾക്കാമോ? ഹലോ. ഓക്കെ, എനിക്ക് ഓഡിബിൾ അല്ല. എനിക്ക് 2-3 പേരുടെ വോയിസ് കേൾക്കാം, പക്ഷെ വേറെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഞാനത് ആൻസർ ചെയ്യാം. പ്രജിത്ത് ഒന്ന് ചാറ്റിൽ ഇടാമോ? ഓക്കെ, ഓക്കെ. ഹെൽപ്പ് ആൻഡ് kubectl കമന്റ്സ് ആർ സെയിം ഓർ എനി മേജർ ഡിഫറൻസ്? ഓക്കെ, നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയല്ലേ, ക്യൂബർനെറ്റിസ് പ്ലാറ്റ്ഫോമിൽ തന്നെയല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഹെൽം ഡെവലപ്പേഴ്സ് എല്ലാം ക്യൂബർനെറ്റിസിന്റെ കുറേ കമാൻഡ്സ് ഈ പറയുന്ന പോലെ ഭയങ്കര സിമിലർ ആണ്. പക്ഷെ സെയിം അല്ല കേട്ടോ, സെയിം അല്ല. അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് ഹെൽം ലിസ്റ്റ് കമാൻഡ് അങ്ങനെ സെയിം അല്ല, ഡെഫിനറ്റ്ലി സെയിം അല്ല. പക്ഷെ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. kubectl ക്യൂബർനെറ്റിസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് kubectl വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഹെൽമിൻ്റെ കമാൻഡ്സ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൽം എന്നുള്ള കമാൻഡ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ ക്യൂബർനെറ്റിസിനെ ഡയറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് എപ്പോഴും kubectl തന്നെ യൂസ് ചെയ്യുക. അതായത് ഇൻട്രാക്റ്റീവ് പോഡ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിലോ ഡിപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് നോക്കുന്നതിനോ എല്ലാം. പക്ഷെ നമ്മുടെ ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജി ആണല്ലോ ഇത് ഹെൽം എന്ന് പറയുന്നത്, പാക്കേജ് മാനേജർ അല്ലേ. അപ്പോൾ ഒരിക്കലും ക്യൂബർനെറ്റിസിന്റെ എല്ലാ കോഴ്സ് കമാൻഡ്സും സ്ട്രിക്ട്ലി അത് തന്നെ യൂസ് ചെയ്യുക. ഹെൽമിസിലേക്ക് എന്താ പറയുക, നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്രയാണ് പറ്റുന്നത്. അത്രേ ഉള്ളൂ. പ്രജിത്ത്, അപ്പം ക്ലിയർ? എനി മോർ ക്വസ്റ്റ്യൻസ്? എനിക്ക് നമ്മൾ യാസർ എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിലിടുക. അരത ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അരത ഓക്കെ. ശ്രീജിത്ത് ഡൗട്ട് ചോദിക്കുന്നു അപ്പോ? അഗൈൻ ലോസ്റ്റ് ആയി. കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവോ നന്ദന? ഇപ്പൊ കേൾക്കാവോ? ഇല്ലാന്ന് തോന്നുന്നു. ചാറ്റിലിടാമോ? അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത് കമ്പാരിസൺ ആയിട്ട് ആദ്യം ലിനക്സ്, ഉബുണ്ടു ഇതൊക്കെ ആയിട്ട് പറഞ്ഞു. ഒരു പാക്കേജ് മാനേജർ പോലെയാണ് കുബർനെറ്റിസിന്റെ എന്ന് പറഞ്ഞു. അപ്പം ഇത് എങ്ങനെയാണ് ജസ്റ്റ് ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ, അത് ഉപയോഗിച്ച് ബാക്കിയുള്ള ഇതിലേക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എല്ലാ സിസ്റ്റത്തിലും ഇത് ഈ ഹെൽം ഇൻസ്റ്റാൾ ചെയ്യണോ, എന്താണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ, അത് ആണ് മെയിനായിട്ട് ആൾക്കാർക്ക് മിസ് ആവുന്നത്. അപ്പൊ അത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇപ്പം ബേസിക് ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഭയങ്കര ബേസിക് ആണത്.
ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അഷ്വറിൽ ക്യൂബർനെറ്റിസ് കണക്ട് ചെയ്യുന്നത്? എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡ് ബൈ ഇൻസ്റ്റൻസിൽ നിന്നായിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ലോക്കലിൽ നിന്നാണ്. ലോക്കലിൽ നമ്മൾ ഉബുണ്ടു ഒരു ഓൾട്ടർനേറ്റീവ് വെച്ച് WS വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ വെറും CLI മാത്രമാണ്, നമ്മൾ ലോക്കലിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കസ്റ്റമേഴ്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ബാക്കപ്പ്, ഒരു എന്താ പറയുക, ജംപ് സെർവർ എന്ന് പറയും. ആ ജംപ് സെർവറിൽ നമ്മൾ അവിടെയാണ് നമ്മൾ ഹെൽം ഇൻസ്റ്റാൾ കമാൻഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഡോക്യുമെന്റേഷൻ നമ്മൾ കാണിച്ചു തന്നില്ലായിരുന്നു അതിനകത്ത്? എവിടെ ഹെൽം CLIയുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉള്ള കമാൻഡ്സ് ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ക്യൂബ് കോൺഫിഗ് എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ ക്യൂബർനെറ്റിസിലോട്ട് കണക്ട് ചെയ്യുന്നത്, ആ സെയിം സെർവറിൽ തന്നെ ഹെൽം ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാ സെർവറും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ ടൂൾ ടു കണക്ട് ടു ദ ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ, സെയിം ലൈക്ക് ക്യൂബർനെറ്റിസ്. ഓക്കെ, നമ്മൾ ക്യൂബ് കട്ടിൽ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ക്ലസ്റ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഹെൽമിനെ കണക്ട് ചെയ്തിട്ട് വരുന്നത്. അത് എല്ലാ സെർവർ കൺസെപ്റ്റേ വേറെയാണ്. ഇത് ജസ്റ്റ് എന്താ പറയാ, CLI ടൂൾ. എനിക്കിവിടെ ലൊക്കേഷൻ ഇഷ്യൂ നെയിം സ്പേസ് ആണോ, എന്താണ് മെൻഷൻ ചെയ്യാറ്? വരുന്നില്ല. ഐ തിങ്ക് ലൊക്കേഷൻ്റെ ഇഷ്യൂ ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വരത, ഞാൻ ഇൻ കേസ് ഞാൻ എൻ്റെ വോയിസ് കറക്റ്റ് അല്ലെങ്കിൽ ചാറ്റിൽ പറഞ്ഞാൽ മതി. ഇല്ല, ഓക്കെ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, വിനോദ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ഐ ഹാവ് ക്രിയേറ്റഡ് എ ഹെൽം ചാർട്ട്, ദെൻ വാട്ട് ആർ ദ ഓപ്ഷൻസ് ഐ ഹാവ് ടു സ്റ്റോർ ദ ഹെൽം ചാർട്ട് സെക്യൂർലി? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഹെൽം ചാർട്ട് എപ്പോഴും എന്താ പറയുക, പ്രൈവറ്റ് ആയിട്ട് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, അഷ്വറിലാണെങ്കിൽ നമ്മൾ ആർട്ടിഫാക്ട് ഹബിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നല്ല ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ OCI എനേബിൾഡ് റെപ്പോസിറ്ററീസ്, അതിനകത്താണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഹെൽം ചാർട്ട് ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത്. അഷ്വറിൽ ആർട്ടിഫാക്ട് ഹബ് അങ്ങനെ പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് ഉണ്ടായിരിക്കും. OCI എനേബിൾഡ് പ്രൈവറ്റ് റെപ്പോസിറ്ററീസിൽ വേണം നമുക്ക് കീപ്പ് ചെയ്യാൻ. വിനോദ് ക്ലിയർ ആണെന്ന് ഉദ്ദേശിക്കുന്നു. ക്ലിയർ അല്ലേ വിനോദ്? താങ്ക് യു. ഓക്കെ, വരദ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട്, ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് നന്ദന ഫോർ യുവർ സെഷൻ. ഈവൻ ദോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നന്ദന നമ്മളുടെ ടൈം സോൺ അല്ല, നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈം സ്ലോട്ടിൽ അവൈലബിൾ ആയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സെഷൻ. താങ്ക് യു.